നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കൃഷി പാഠങ്ങൾക്കൊപ്പം അവധിക്കാല ക്യാമ്പ് സജീവമാക്കി കോടനാട് ബെസേലിയസ് പബ്ലിക് സ്കൂൾ. 3 ദിവസം നീളുന്ന കിഡ്സി സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക കൃഷിപ്പാഠം പ്രോഗ്രാം ശ്രദ്ധേയമായി. കൃഷിയും സിനിമാ ഗാനങ്ങളും സംഭാഷണങ്ങളും കോർത്തിണക്കി മാങ്കുളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗിരീഷ് ഗോപാലൻ നയിച്ച ക്ലാസ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി. അവധിക്കാലം കൃഷി അറിവുകളുടെ ആഘോഷമാക്കി മാറ്റി കോടനാട് ബെസേലിയസ് പബ്ലിക് സ്കൂളിൽ നടക്കുന്ന കിഡ്സി സമ്മർ ക്യാമ്പ് 2024 ശ്രദ്ധേയമാകുന്നു. കുരുന്നുകളുടെ നാട്ടറിവുകളും ഉന്നമനവും ഉല്ലാസവും ലക്ഷ്യമാക്കി സംഘടിപ്പിച്ചിട്ടുള്ള ഈ അവധിക്കാല ക്യാമ്പിൽ കൃഷിയും സിനിമാ ഗാനങ്ങളും സിനിമാ ഡയലോഗുകളും കോർത്തിണക്കി ഒരുക്കിയ പ്രത്യേക ക്ലാസ് കുട്ടികൾക്ക് വേറിട്ട അനുഭവം പകർന്നു നൽകി. കൃഷിയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗിരീഷ് ഗോപാലൻ സർ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, കൃഷിഭവൻ മാങ്കുളം, സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കി കൃഷിയെയും വിളകളെയും വളങ്ങളെയും കീടനാശിനികളെയും പറ്റി വളരെ രസകരമായി ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്നു. കളികളിലും തമാശകളിലും കൂടി ഞങ്ങൾക്ക് അറിവ് ലഭിക്കും വിധം ഗിരീഷ് സാർ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് കൃഷിയെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും വിധം നല്ല അറിവ് ഞങ്ങൾക്ക് കിട്ടി. വളരെയധികം നന്ദി. കുട്ടി കർഷകരായ ജയ്ക്കും ടിയാരയും ചേർന്ന് അഗ്രികൾച്ചറൽ ടൂർ ആൻഡ് സിനിമ എന്ന അവയർനെസ് ആൻഡ് എന്റർടൈൻമെന്റ് കൃഷിപാഠ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കൃഷിജോലികളിൽ പ്രത്യേക താല്പര്യമുള്ള ഇരുവരെയും ചടങ്ങിൽ ആദരിച്ചു. കൃഷിയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മാങ്കുളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗിരീഷ് ഗോപാലൻ കുട്ടികളോട് സംവദിച്ചു. കോടനാട് ബെസേലിയസ് പബ്ലിക് സ്കൂളിലെ സമ്മർ ക്യാമ്പിനോടനുബന്ധിച്ച് ഇന്നത്തെ ദിവസം കൃഷിയും സിനിമയും എന്നൊരു പ്രോഗ്രാമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. കൃഷിയോടുള്ള കുട്ടികൾക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക, കർഷകരോടുള്ള ആദരവ് കൂട്ടുക എന്നീ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൃഷിയും സിനിമയും എന്നൊരു പ്രോഗ്രാം ഇന്നിവിടെ നമ്മൾ അവതരിപ്പിച്ചത്. ഈ കൃഷിയും സിനിമയും എന്ന് പറയുന്ന ആശയം തന്നെ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാൻ കാരണം കാർഷിക മേഖലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ തന്നെ പൊതുവെ വരാറില്ല. അത്തരം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളിലൂടെ വന്ന് കുട്ടികൾക്കുള്ളിൽ കൃഷി അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കൃഷിയും സിനിമയും പോലുള്ള ഇത്തരം ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും. എന്തായാലും ഇവിടുത്തെ പ്രോഗ്രാമിൽ കുട്ടികളുടെ സജീവമായ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ ഒരു സമൂഹത്തിൽ പൊതുബോധം സൃഷ്ടിക്കുന്ന തരത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ഈ സ്കൂളിനും സ്കൂൾ അധികൃതർക്കും എല്ലാവരും നന്ദിയും അറിയിക്കുന്നു. അദ്ദേഹത്തെ മാനേജർ അഡ്വക്കേറ്റ് തോമസ് പോൾ റമ്പാൻ മാറാച്ചേരിൽ ആദരിച്ചു. കൃഷിജോലികൾ, വിളകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും സിനിമാ സംഭാഷണങ്ങളും കോർത്തിണക്കിയുള്ള അദ്ദേഹത്തിന്റെ അവതരണം അവിസ്മരണീയ അനുഭവമായി മാറി കുട്ടികൾക്ക്. ഈ റെഡ് ടീഷർട്ട് ഇട്ടാണ് ശരി ഉത്തരം പറയുന്ന ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ഈ റെഡ് ശരി ഉത്തരം പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. റെഡ് ശരി ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ശരി ഉത്തരം പറയുന്നത് നിങ്ങൾ കൈ പൊക്കിയാൽ അവർക്ക് പ്രൈസ് നൽകുന്നതാണ്. അത് സ്പെഷ്യലാണ് കേട്ടോ. അതൊക്കെ വീട്ടിൽ കൊണ്ടാകുന്നത്. അത് ലാസ്റ്റ് എന്തുകൊണ്ടു സമ്മാനം തരാന്ന് പറഞ്ഞപ്പോ അച്ഛൻ ലവ്മാർ എല്ലാം കൂടെ കൈ വെക്കുന്നത്. ഒരു സമ്മാനം തരുന്നില്ല, ആരും പ്രൊഡക്റ്റ്. ഞാൻ ചുമ്മാ വെച്ചപ്പോൾ പറഞ്ഞില്ല അവര്. അപ്പൊ അത് നമ്മൾ പറയുന്നില്ല. അപ്പൊ എന്റെ വിശ്വാസം മുഴുവൻ ഈ റെഡ് ടീഷർട്ട് ശരി ഉത്തരം പറയുമെന്നാണ്. ബ്ലാക്ക് മോശമെന്നല്ല കേട്ടോ, പക്ഷെ നമ്മുടെ ബ്ലാക്കിനോട് ചോദിക്കുകയാണ് ആദ്യം. ഫസ്റ്റ് എയ്ഡ്, സ്റ്റുഡൻറ് സിവിൽ ഡിഫൻസ് ആൻഡ് റെസ്ക്യൂ മെത്തേഡ്, അഡ്വഞ്ചർ അവാർഡ് ആക്ടിവിറ്റീസ്, ക്വിസ് കോമ്പറ്റീഷൻ, ഫ്രണ്ട്ഷിപ്പ് ഗെയിം, ക്യാമ്പ് ഫയർ എന്നിങ്ങനെ വിവിധ പരിപാടികളോടെയാണ് 3 ദിവസം നീളുന്ന ക്യാമ്പ്. 45ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കോടനാട് ബെസേലിയസ് പബ്ലിക് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് തോമസ് പോൾ റമ്പാൻ മാറാച്ചേരിലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. SGF കോർഡിനേറ്റർ കൃപ ജോൺ, സ്കൂൾ പ്രിൻസിപ്പൽ മിനി നായർ, അധ്യാപികമാരായ രമണി, ഫിൽസി ഫ്രാൻസിസ്, സൂര്യ എന്നിവരാണ് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളുമായി കൂടെയുള്ളത്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.